പ്രിയപ്പെട്ടവരെ, ഭൂട്ടാൻ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഭൂട്ടാൻ യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് പുനാക്കയിലെ പ്രശസ്തമായ ഡിസോങ് ആണ്. 1000 രൂപ എൻട്രി ഫീസ് കൊടുത്താണ് നമ്മളിതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഭൂട്ടാനിലെ 20 ജില്ലകളിലെ ഒരു ജില്ലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററായിട്ടാണ് ഈ സമുച്ചയം പ്രവർത്തിക്കുന്നത്. കൂടാതെ ഇതിനോടൊപ്പം ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയുമുണ്ട്. 1955 വരെ പുനാക്കയായിരുന്നു ഭൂട്ടാൻ്റെ തലസ്ഥാനം. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററും ഇവിടെയായിരുന്നു. ഇപ്പോൾ ഭൂട്ടാൻ്റെ തലസ്ഥാനം തിംഫു ആണ്. 72 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നമുക്ക് തിംഫുവിൽ നിന്നും ഇവിടെ പുനാക്കയിലേക്ക് എത്താൻ കഴിയുക. ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് പുനാക്ക ഡിസോങ്ങിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. പുനാക്ക ഡിസോങ്ങിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വലിയൊരു കോട്ടയാണ്. വലിയ കോട്ട. ഇപ്പുറത്തുള്ള വേറൊരു ബിൽഡിങ് പുറകിൽ കാണാം. എന്തായാലും നമ്മൾ മേലേക്ക് കയറുകയാണ്. ടിബറ്റിൻ്റെ അധിനിവേശത്തിൽ നിന്നും പാറോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസോങ് ഉപയോഗിച്ചിരുന്നത്. ഫൗണ്ടർ ഓഫ് ഭൂട്ടാൻ എന്നറിയപ്പെടുന്ന സംബ്രംഗ് നവാങ് നംഗ്യേൽ എന്ന ബുദ്ധമതാചാര്യനാണ് ഇത് നിർമ്മിച്ചത്. സെക്കൻഡ് ഓൾഡസ്റ്റ് ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഡിസോങ് ഇൻ ഭൂട്ടാൻ എന്നറിയപ്പെടുന്ന ഈ ഡിസോങ് 1637-38 വർഷങ്ങളിലാണ് പണി പൂർത്തീകരിച്ചത്. വളരെ കുത്തനെയുള്ള സ്റ്റെപ്സാണിത്. സൂക്ഷിച്ച് കയറുക തന്നെ വേണം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ച. ആകാശം കുറച്ച് ക്ലൗഡഡ് ആണ്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ കുടയെടുത്തിട്ടുണ്ട്. വരുൺ പ്രയർ വീൽ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാമും അതിന് പുറപ്പെടുകയാണ്. അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. എല്ലാ ഗേൾ ഫ്രണ്ട്സും അവന് കരംഗതമാകട്ടെ. 2, 3 and 6. ബുദ്ധൻ്റെ ജീവിത കഥ പറയുന്ന ചുമർ ചിത്രങ്ങളും അതുപോലെ ഭൂട്ടാൻ്റെ ചരിത്ര സംസ്കാരങ്ങളുടെ സാക്ഷിയായ ബുദ്ധമത അവശിഷ്ടങ്ങളും സംരക്ഷിക്കുന്ന ഒരു ഡിസോങ് ആണ് ഇത്. ടിബറ്റൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ ഒരു സമുച്ചയമാണത്. പോരാതെ വെള്ളമതിലും ചുവന്ന വുഡ് കാർവിംഗ് അലങ്കാരങ്ങളും അതുപോലെ ഗിൽഡഡ് റൂഫ്സും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഡിസോങ്ങിന് 3 മുറ്റങ്ങളുണ്ട്. അതിലൊന്നാമത്തെ നടുമുറ്റത്താണ് ഈ ബോധിവൃക്ഷമുള്ളത്. കൂടാതെ ഒരു സ്തൂപവുമുണ്ട് ഇവിടെ നമ്മുടെ ചെട്ടുമല്ലിയൊക്കെ ഉണ്ട് കേട്ടോ. ചെട്ടുമല്ലി നല്ല ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ. വെരി നൈസ്. ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നുണ്ടല്ലേ വെരി നൈസ് എന്ന്. ഞാൻ ഈ നൈസായിട്ടുള്ള സ്ഥലത്തേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ വെരി നൈസ് എന്ന് പറയാനായിട്ട്. ഇവിടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് റൂമുകളാണ് ഈ വിങ്ങിലുള്ളത്, അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ളത്. ഇതിനപ്പുറത്താണ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വുഡ് കാർവിങ് വിൻഡോസൊക്കെ നോക്കിയല്ല, ചിത്രപ്പണികളൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. ഇതൊരു കൂറ്റൻ കെട്ടിടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈറ്റുണ്ട്. പക്ഷേ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. ഇത് രണ്ടാമത്തെ പഴക്കമേറിയതും അതുപോലെ വലിപ്പമേറിയതും ഡിസോങ്ങാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിന് 180 മീറ്റർ നീളവും അതുപോലെ 72 മീറ്റർ വീതിയുമാണുള്ളത്. 1594-നും 1651-നും ഇടയിൽ ഈ സംബ്രംഗ് നവാങ്, അല്ലെങ്കിൽ ഇവരുടെ ഫസ്റ്റ് റിംപോച്ചെ എന്ന് പറയുന്ന ഇവരുടെ ഭരണാധികാരി, ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള അല്ലെങ്കിൽ മൊത്തം 16 ഡിസോങ്ങുകൾ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഈ ബോധിവൃക്ഷത്തിൻ്റെ ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ താഴെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കാറ്റിൽ. അടിച്ചു വരാനായിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആളുകൾ വരുന്നുമുണ്ട് കേട്ടോ. ഞാനിവിടുത്തെ വുഡ് കാർവിങ്ങും അതുപോലെ അതിൻ്റെ പെയിൻറ്റിങ്സൊക്കെ നോക്കി ഇങ്ങനെ കണ്ണ് ബൾബായിട്ട് നിൽക്കുമ്പോഴേ നമ്മുടെ ഗൈഡ് അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു തരികയാണ് കാര്യങ്ങൾ. Painting is here, we can see the colors, and the carving is here. It has made into the shape of a flower from wood itself. So it's a wood carving. Wood coloring.
ये सब एक ही कलर है ना, ये एक ही डिज़ाइन है ना, सब डिज़ाइन एक है ना. ഞാനിതിൻ്റെ ക്ലോസപ്പൊക്കെ ഒന്ന് എടുത്ത് തരാൻ നോക്കുകയാണ്. എന്ത് ഭംഗിയെന്ന് നോക്കിയാലേ ഈ വുഡ് കാർവിങ്, പിന്നെ ഡിസൈൻസ്, അതുപോലെ ഇതിൻ്റെ ചിത്രപ്പണികളൊക്കെ എന്ത് പ്രത്യേകതയാണെന്ന് നോക്കിയേ. ഇവിടുത്തെ എല്ലാ വീടുകളിലും ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങളിലും നമുക്കിത് കാണാൻ കഴിയും കേട്ടോ. ഇവിടെ മാത്രമല്ല, ഈ സമുച്ചയത്തിൻ്റെ ഈ നടുമുറ്റത്താണ് അല്ലെങ്കിൽ ഈ അകത്തളത്തിലാണ് ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ തനതായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ അരങ്ങേറുന്നത്. അതിൻ്റെ ഉൾഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത് കേട്ടോ. ഉൾഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. हाँ भाई थोड़ा है വാങ്ചുക് ലാങ്ഖാങ് പ്രാർത്ഥനാലയം, അത്രയേ ഉള്ളൂ. ഈ ഡീസോങ്ങിൻ്റെ രണ്ടാമത്തെ മുറ്റത്തേക്കാണ്, നടുമുറ്റത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ബാഹുബലിയുടെ സെറ്റിലേക്കൊക്കെ പോകുന്ന പോലെയാണ്. കൊള്ളാട്ടാ. ഇവിടെയുള്ള സന്യാസി മഠത്തിലെ അന്തേവാസികളായിട്ടുള്ള സന്യാസിമാർ താമസിക്കാനുള്ള സ്ഥലമാണത്. ഇതിൻ്റെ മേലെയൊക്കെ അവരാണ് താമസിക്കുന്നത്. ഇത് ഒരു വേനൽക്കാല വസതി കൂടിയാണ് ഇവരുടെ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പ്രവേശനമില്ല, വിസിറ്റേഴ്സിനെ അനുവദിക്കില്ല. അതുകൊണ്ട് അതിൻ്റെ പടിയിലിരുന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. മനോഹരമായ ഡീസോങ്ങിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫ്രണ്ട് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മൊണാസ്ട്രി, അതല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എന്താണ് ടെമ്പിൾ ഉണ്ട് അതിൻ്റെ ബാക്കിൽ. അതിലേക്ക് നമുക്ക് പ്രവേശനമൊന്നുമില്ല. അതിൻ്റെ സ്റ്റെപ്സ് കാണുന്നുണ്ട്. നോട്ട് പെർമിറ്റഡ് ഇൻസൈഡ്, സോ വി ക്യാൻ ജസ്റ്റ് ടേക്ക് ഫോട്ടോസ്. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ മുറ്റത്തേക്കാണ്. അവിടെയാണ് ഇവിടുത്തെ ടെമ്പിൾ ഉള്ളത്. പലക വിരിച്ചിട്ടാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. വുഡൻ പ്ലാറ്റ്ഫോമാണ്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ആ ജനലിലൂടെ നോക്കി കഴിഞ്ഞാൽ രാജാവിൻ്റെ വേനൽക്കാല വസതി കാണാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ജനലിലൂടെ എത്തി നോക്കി. വ്യക്തമായി ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇതാണ് മൂന്നാമത്തെ മുറ്റം. പുനാക്ക ഡീസോങ്ങിൻ്റെ ഉള്ളിലുള്ള മൊണാസ്ട്രി അല്ലെങ്കിൽ ടെമ്പിളിന്, ബുദ്ധ ടെമ്പിളിന് പുറത്താണ് നിൽക്കുന്നത് ഞാൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പറ്റും, പക്ഷെ ഞാൻ പോയി ഒന്നകത്ത്. പക്ഷെ നമുക്ക് ഫോട്ടോസ് അതിനകത്ത് അലൗഡ് അല്ല. ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ബുദ്ധൻ്റെ മുഴുവൻ ഹിസ്റ്ററിയും അതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഛായാചിത്രമായിട്ടും അതുപോലെ തന്നെ പ്രതിമകളായിട്ടും പലതരത്തിലുള്ള ഒരുപാട് പ്രതിമകളൊക്കെ അതിനകത്തുണ്ട്. കാണാനായിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ വീഡിയോ എടുക്കാനായിട്ട് അതിനകത്ത് പറ്റില്ല, അനുമതിയില്ല. വളരെ സൈലൻ്റാണ്. ആളുകളവിടെ മന്ത്രം ജപിച്ചൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു എന്താ പറയുക, അമ്പലത്തിൻ്റെ ഉൾഭാഗമാണ് അതിനകത്ത് കാണാൻ കഴിയുക. നമുക്ക് വളരെ മനോഹരമാണ്, വളരെ നിശബ്ദമാണ് അതിനുള്ളിൽ. എങ്കിലും ഗൈഡ് നമുക്ക് വളരെ പതുക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. എല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ബുദ്ധസത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചും ബുദ്ധൻ എങ്ങനെയാണ് ഉണ്ടായതെന്നും ബുദ്ധൻ വളർന്നത്, അതുപോലെ തന്നെ ബുദ്ധൻ്റെ ജീവിതം മുഴുവൻ, അതിനുശേഷം അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്ത് വന്നിട്ടുള്ള മറ്റ് അനുയായികൾ, അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ലഖാങ്കിൻ്റെ ഫ്രണ്ട് ഭാഗം, ഫ്രണ്ട് ഡോറ് ഇതാണ്. ഇവിടെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് അകത്തേക്ക് പ്രവേശനമുള്ളൂ. നമുക്കിവിടെ നോക്കിയാലും ഒന്നും കാണാൻ പറ്റില്ല. അരണ്ട വെളിച്ചമാണ് അവിടെ ഉള്ളത്. അകത്ത് വലിയ നിശബ്ദതയാണ്. ഇതിൻ്റെ പുറമേ വരാന്തയിലുള്ള തൂണുകളിലും മറ്റും ഉള്ള ചിത്രപ്പണികൾ വളരെ മനോഹരമാണ്, രസകരമാണ്. എല്ലാം ഇങ്ങനെ നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും. ടിബറ്റൻ രീതിയിലുള്ള കുത്തുപണികളാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഡീസോങ്ങിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അവസാനിച്ചു, ഇന്നത്തെ പരിപാടിയൊക്കെ അവസാനിച്ചു. നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെയാണ്, അടിപൊളി രസമാണ്. നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും വരണം. ഓക്കെ, പുനാക്ക ഡീസോങ്ങിൻ്റെ കാഴ്ചകളെല്ലാം അവസാനിച്ചു. ഇനി മറ്റൊന്ന് നിങ്ങളെ കാണിക്കാനുള്ളത് നമ്മുടെ റിംഗ്പങ് ഡീസോങ്ങിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ്. മോച്ചുവിൻ്റെയും പോച്ചുവിൻ്റെയും മധ്യത്തിലായിട്ട് നിലകൊള്ളുന്ന ഈ റിംഗ്പങ് ഡീസോങ് വളരെ പ്രശസ്തമാണ്. ദീപാലങ്കാരത്താൽ തിളങ്ങി നിൽക്കുന്ന ഈ റിംഗ്പങ് ഡീസോങ് ഉണ്ടല്ലോ,
അതിൻ്റെ ഒരു കാഴ്ച ഒന്നൊന്നര കാഴ്ച തന്നെയാണ്. മുൻപ് ഇത് ഭൂട്ടാൻ്റെ നാഷണൽ അസംബ്ലിയുടെ മീറ്റിംഗ് ഹാളായിരുന്നു. അതിലേക്ക് പ്രവേശിക്കാനുള്ള ട്രഡീഷണൽ വുഡൻ ബ്രിഡ്ജും വളരെ മനോഹരമാണ്. ഈ ബ്രിഡ്ജ് 1969 വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയതിന് ശേഷം പിന്നീട് നിർമ്മിച്ചതാണ്. എന്തായാലും നമായി സാം എന്നറിയപ്പെടുന്ന ഈ ബ്രിഡ്ജ് ഒന്ന് നടന്നു കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞാനും ബാബുവും കൂടിയിട്ട് അതൊന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഡിസോങ് വരെ ഒന്ന് നടക്കാനായിട്ട് തീരുമാനിച്ചു. ഏകദേശം എല്ലാ ഡിസോങ്ങുകളും ഒരുപോലെയാണ്, ഒരേ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനും അകത്ത് കയറി കാണേണ്ട കാര്യമില്ല, ഒന്ന് കണ്ടാൽ തന്നെ ധാരാളമായി. എങ്കിലും ദീപാലങ്കാരത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഈ ബ്രിഡ്ജും അതുപോലെ തന്നെ ഡിസോങ് കണ്ടപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു വലിയൊരു ഉൾവിളിയുണ്ടായി. ഇപ്പോൾ ഈ ഡിസോങ്ങിൽ മൊണാസ്റ്റിക് ബോഡിയും അതുപോലെ ഡിസ്ട്രിക്ട് ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഈ ട്രഡീഷണൽ വുഡൻ ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ ഉള്ളത്. അതിനുള്ളിലൂടെയുള്ള കാഴ്ചയോ അതിമനോഹരം. ഇവിടെ ശാന്തമായ സ്ഥലത്ത് വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാനെത്തുന്ന ഒരുപാട് ആളുകളെ ഈ വഴിക്ക് കാണാമായിരുന്നു. ഇവിടെ ഒരുപാട് ആളുകളെന്ന് പറയുമ്പോൾ ഒരു ജനക്കൂട്ടം ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ജനസംഖ്യ കുറഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ ആളുകൾ അധികം എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകളെയൊക്കെ കാണുള്ളൂ. ഇതിനെ തൊട്ടടുത്ത് ഈ പാലത്തിൻ്റെ അപ്പുറത്ത് ഈ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് ഒന്ന് പോകാം. ട്രഡീഷണൽ ഡ്രസ്സുകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണിത്. ട്രഡീഷണൽ ഡ്രസ്സ് ഒരു വാടകയ്ക്ക് കൊടുക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ലേഡീസ് ഇവിടെ അത് ട്രൈ ചെയ്യുന്നുണ്ട്. അവരുടെ ഡ്രസ്സ് ഒരു പാവാട പോലെ സാധനമൊക്കെ കൊടുത്തിട്ട് അവരിങ്ങനെ സുഷമ മാഡം ഓക്കെ. അതിൻ്റെ ഷോപ്പാണിത്. ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഈ ട്രഡീഷണൽ ഡ്രസ്സ് വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം. അതാണ് ഇവിടുത്തെ സ്ഥലം. 300 രൂപയാണ് ഒരു ഡ്രസ്സിന് ഒരു വാടക മേടിക്കുന്നത്. 300 രൂപ. ഇതൊരു വലിയൊരു ഷോപ്പാണ് കേട്ടോ. ഒരുപാട് സംഗതികളുണ്ട് ഇവിടെ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടുത്തെ പ്രയർ വീൽസിൻ്റെ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ട്. ഭൂട്ടാൻ്റെ മെമ്മറീസൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള മനോഹരമായൊരു ഷോപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ലോഗ്.